ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് ഡിസംബർ 18 മൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അതുകൂടാതെ എന്താണ്, ശനിയാഴ്ച എന്നിട്ട് ഞായറാഴ്ച എന്നിട്ട് വെള്ളിയാഴ്ച നമ്മൾ കുറച്ച് പോർഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. കാരണം ഇവിടെ മഴയൊക്കെ ആയപ്പം കുറച്ച് പവർ കട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെയും അതേ ഇഷ്യൂ ആണ് ഇന്ന് രാവിലെ എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത്. അതാണ് ഈ ഒരു ഡിലേ ഉണ്ടായത്. ഓക്കെ, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഡേരെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. ഓക്കെ, കുറച്ച് വീഡിയോ ലെന്തി ആവും, അതിന് ബിയർ ചെയ്യാം. ഞാൻ എത്രത്തോളം പറ്റുമോ ഈ വെറും ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടു ദ പോയിന്റ് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോകാൻ ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അടുത്ത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് കിടക്കാം, കൂടുതൽ ഡിലേ ചെയ്യേണ്ട. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഛത്തീസ്ഗഡ് ക്ലിയേഴ്സ് പ്രപ്പോസൽ ഫോർ ബിൽഡിംഗ് 18 ലക്ഷം റൂറൽ ഹൗസ് അല്ലേ, 18 lakh റൂറൽ ഹൗസസ്, 18 ലക്ഷം റൂറൽ ഹൗസസിന്റെ ഇത് ബിൽഡ് ചെയ്യാനുള്ള പ്രപ്പോസലിൽ ഒരു ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത് സ്കീമിന്റെ അണ്ടറിലാണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എലമെന്റ്. ഓക്കെ, ഗ്രാമീണും ഉണ്ട്, അതിന്റെ അർബണും ഉണ്ട്. അപ്പോൾ ഗ്രാമീൺ എലമെന്റിന്റെ അണ്ടറിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റൂറൽ ഹോംസ്, ഞാൻ പറഞ്ഞില്ലേ റൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാമീൺ ഹൗസസ് ആണ് അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഗ്രാമീൺ ഹൗസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി 18 ലക്ഷം റൂറൽ ഹൗസ് ആണ് അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിനെ കുറിച്ച്? അത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്, എന്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോഴത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ 1 April 2016 എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഫൂളിൻ്റെ അന്നല്ലേ ലോഞ്ച് ചെയ്തത്. ഓക്കെ, പക്ഷെ ആ സമയത്ത് അവർ ലോഞ്ച് ചെയ്തപ്പോൾ അവരുടെ ടാർഗറ്റ് 2022 വരെ ഹൗസിംഗ് ഫോർ ഓൾ ആയിരുന്നു. ബട്ട് കോവിഡൊക്കെ വന്നതിൻ്റെ കാരണം അതിനെ മാർച്ച് 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എയിം ഇപ്പോൾ എത്രയാണ്, 2.9 crore ഹൗസസ് ബിൽഡ് ചെയ്യുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. അതേസമയം പ്രധാനമന്ത്രി ആവാസ് അർബൻ യോജന എന്താണ്, അതും സെയിം ഉദ്ദേശത്തോടെ തന്നെ, പക്ഷേ അർബൻ ഏരിയയിൽ. അതിൻ്റെയും ടാർഗറ്റ് 2022 ആണ്. ബട്ട് ഇപ്പോൾ എന്താണ്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഡിസംബർ 2024 ആക്കിയിട്ടുണ്ട്. ഇത് ലോഞ്ച് ചെയ്തത് 25 June 2015 എന്ന് വെച്ചാൽ റൂറലിന് മുമ്പെയാണ് അർബണിലത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഏത് മിനിസ്റ്റർ അണ്ടറിലാണ്? മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. നിങ്ങൾക്കറിയാം ഹർദീപ് സിംഗ് പൂരിയുടെയാണ്, ഹർദീപ് സിംഗ് പൂരി. ഓക്കെ, ഹർദീപ് സിംഗ് പൂരിയാണ് മിനിസ്റ്റർ ഇൻചാർജ്. അത് കൂടാതെ എന്താണ്, നമുക്ക് ഛത്തീസ്ഗഡിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ അറിയണം. കാരണം ഈ സ്കീം എവിടെയാണ് കൊണ്ടുവരാൻ പോണത്? ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ നിങ്ങൾക്കറിയാം റായ്പൂർ ആണ്. റായ്പൂർ ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ആരാണ്? വിഷ്ണു ദേവ് സായി. ഇത് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, കാരണം ഇപ്പം മാറിയ ഒരു ഇവന്റ് ആണ്. അതുകൊണ്ട് എക്സാമിന് ചോദിക്കാം, വിഷ്ണു ദേവ് സായി. എന്നിട്ട് ആരാണ് റിപ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ ഭൂപേഷ് ബാഗലിനെയാണ് റിപ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ 2 ഡെപ്യൂട്ടി CM കൂടെ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അരുൺ സാവും വിജയ് ശർമ്മ. ഓക്കെ, അതും അറിഞ്ഞിരിക്കണം. പിന്നെ ഗവർണർ എന്ന് വെച്ചാൽ ബിശ്വഭൂഷൺ ഹരിചന്ദൻ. പുള്ളിക്കാരൻ ഈ വർഷമാണ് ഇവിടെ ഗവർണറായിട്ട് വന്നത്. ഇതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലായിരുന്നു. ഓക്കെ, സ്റ്റേറ്റ് അനിമൽ ഓഫ് ഛത്തീസ്ഗഡ് എവിടെ എന്താണെന്ന് ചോദിച്ചാൽ വൈൽഡ് ബഫലോ ഓർ ഏഷ്യാറ്റിക് ബഫലോ, അല്ലെങ്കിൽ വൈൽഡ് വാട്ടർ ബഫലോ ആർണ, അല്ലെങ്കിൽ വന ഭയസ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റേറ്റ് ബേർഡ് ഓഫ് ഛത്തീസ്ഗഡ് എന്ന് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം, ഹിൽ മൈനാണ്, അല്ലെങ്കിൽ പഹാടി മൈന. പഹാടി എന്ന് പറഞ്ഞാൽ ഹില്ല്. ഓക്കെ, സ്റ്റേറ്റ് ട്രീ ഓഫ് ഛത്തീസ്ഗഡ് എന്താണ്? സാൽ അല്ലെങ്കിൽ സാൽവ. ഓക്കെ, അടുത്ത ന്യൂസിലോട്ട് പോകുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് സോളാർ ഇലക്ട്രിക് ബോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? കൊച്ചിയിൽ. ഓക്കെ, കൊച്ചിയിലാണ് നമ്മളെ ഫാസ്റ്റസ്റ്റ് സോളാർ ബോട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ നമ്മളെ കൊച്ചിയിൽ തന്നെയാണ് ഒരു സോളാർ ബേസ്ഡ് ബോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ പറയണം. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പറയുക. വിച്ച് വാസ് ദ ഫസ്റ്റ് സോളാർ പവേർഡ് ബോട്ട് ലോഞ്ച് ഇൻ ഇന്ത്യ. അത് ലോഞ്ച് ചെയ്തത് കൊച്ചിയിൽ തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ക്ലൂ തരാം, കൊച്ചിയിലാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം, നോക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറാൻ സെറ്റ് ടു റിമൂവ് വിസ റിക്വയർമെന്റ് ഫോർ ഇന്ത്യ. വിസ നമുക്ക് എപ്പോഴെങ്കിലും ഒരു കൺട്രി ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു വിസ വേണം. വിസ ആ കൺട്രിയിൽ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു കൺട്രി ഉണ്ട്, ആ കൺട്രിയിലോട്ട് കയറണമെങ്കിൽ, എൻട്രി ചെയ്യണമെങ്കിൽ എത്ര ദിവസത്തേക്ക് നമ്മൾ താമസിക്കണം, അത്രയും ദിവസത്തേക്കുള്ള വിസ നമുക്ക് വേണം. ദാറ്റ് ഈസ് എ പെർമിഷൻ ഫ്രം ദാറ്റ് കൺട്രി ടു വിസിറ്റ് ദർ കൺട്രി. അപ്പോൾ പല കൺട്രീസും എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻ ആണെങ്കിൽ അവർ ആ കൺട്രിയുടെ ആ വിസ റിക്വയർമെന്റിന്റെ പ്രൊപ്പോസ് ക്യാൻസൽ ചെയ്യും. നമുക്ക് നേപ്പാൾ അല്ലെങ്കിൽ ഭൂട്ടാനിലൊക്കെ വിസയുടെ ആവശ്യമില്ല പോകാൻ. ഓക്കെ, കാരണം ഭൂട്ടാനിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ ഇന്ത്യയിൽ വന്ന് ട്രേഡൊക്കെ ചെയ്തിട്ട് പോകാറുണ്ട് ഡെയിലി ബേസിസിൽ. അപ്പോഴവർക്ക് വിസ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെ കോംപ്ലിക്കേഷൻസ് ആവും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടി വെച്ചിട്ടില്ല. അപ്പോൾ വിസ ഇല്ല. പക്ഷേ ഇറാനിലൊക്കെ വിസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്, ഇറാൻ ഇനി ആ വിസ റിക്വയർമെന്റ് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് അവർ അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇറാൻ ന്യൂസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണം. ക്യാപിറ്റൽ എന്താണ്? തെഹ്റാൻ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് പേർഷ്യൻ ആണ്. സുപ്രീം ലീഡർ ആണ് അവിടെ ഉള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റിലീജിയസ് ഹെഡ് ആണ് അവിടുത്തെ ലീഡർ. സുപ്രീം ലീഡർ ആരാണ്? അലി
ഖൈമാനി. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. പിന്നെ അടുത്ത് ജോഗ്രഫിക്കലി SSCക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് പറയാൻ പോണത്. യാതൊക്കെ കൺട്രിയാണ് അത് എന്താണ് ഇത് ചെയ്തിട്ടുള്ളത്, ഞാൻ അതിൻ്റെ ബോർഡറിങ്സ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഇവിടെ കാണാം നിങ്ങൾക്ക്, ടർക്ക്മെനിസ്ഥാൻ ഉണ്ട്, തുർക്ക്മെനിസ്ഥാൻ എന്നാണ് പറയുന്നത്, പിന്നെ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, പാകിസ്ഥാനും ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഇറാഖ് ഉണ്ട്, അത് കഴിഞ്ഞ് ടർക്കി ഉണ്ട്, പിന്നെ അർമേനിയ, അസർബൈജാൻ. ഇത്തരം കൺട്രീസ് ആണ് നമ്മൾ എന്താണ് ഇറാനെ സറൗണ്ട് ചെയ്യണത്, ബൗണ്ടറി സ്റ്റേറ്റ്സ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളെ സീയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസ്പിയൻ സീ മുകളിലോട്ടുണ്ട്, നോർത്തേൺ സൈഡിൽ കാസ്പിയൻ സീ ഉണ്ട്, താഴെ എന്താണ് പേർഷ്യൻ ഗൾഫിൽ ആ റീജിയനിൽ അവർക്ക് ഇതുണ്ട്, പിന്നെ ഗൾഫ് ഓഫ് ഒമാനും ആ ഒരു റീജിയൻ അവരെ സറൗണ്ടിങ് ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. അടുത്ത ന്യൂസിൽ പോകേണ്ട കാര്യം എന്ന് പറയുമ്പോൾ DGCA ഗ്രാൻഡ്സ് എയറോഡ്രോം ലൈസൻസ് ടു അയോധ്യ എയർപോർട്ട്. അയോധ്യ എയർപോർട്ടിൽ നമ്മൾ എയറോഡ്രോം എന്ന് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ അല്ലേ, അങ്ങനത്തെ ഒരു ലൈസൻസ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്, നമ്മളെ അയോധ്യ നിങ്ങൾക്ക് അറിയാം, ജനുവരി മാസത്തിൽ ജനുവരിക്ക് അത് ഇനോഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ VVIP എവിടെ വന്ന് ലാൻഡ് ചെയ്യും, ഈ എയറോഡ്രോം പോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് പോർട്ട്സ് ആയിരിക്കും. ഓക്കെ, അവിടെ വന്നിട്ട് നമുക്ക് VVIPക്ക് അവരെ ഫ്ലൈറ്റ്സ് ഒക്കെ, കമേർഷ്യൽ ഫ്ലൈറ്റ്സും പ്രൈവറ്റ് ഫ്ലൈറ്റ്സും ഒക്കെ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അവിടെയൊക്കെ വലിയ ടൂറിസം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഓക്കെ, അവിടെ വലിയൊരു ടൂറിസം ഒക്കെ ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷ. അതുകൊണ്ട് ടൂറിസമിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം എന്നുള്ള രീതിയിലും പറയാം. പിന്നെ റിലീജിയസ് ടൂറിസം ആണ് അല്ലേ, റിലീജിയസ്. അപ്പോൾ ആൾക്കാർ ഭക്തി ശ്രദ്ധ ഒക്കെ ഉള്ള, അപ്പോൾ പൈസ ഉള്ള ആൾക്കാർ എന്താണ് എയറിൻ്റെ ത്രൂ അല്ലേ പോവുള്ളൂ അല്ലേ, ഫ്ലൈറ്റ്സിൻ്റെ ത്രൂ. അപ്പോൾ അവിടെ എയർപോർട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ലോസസ്റ്റ് ഇതായിപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എയർപോർട്ട് അവർ പ്രപ്പോസ് ചെയ്തിരുന്നത്. അത് അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഈ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ആർക്കാണ് റീസെന്റ് കിട്ടിയത് ഈ ഡ്രോം ലൈസൻസ് എന്ന് വെച്ചാൽ അയോധ്യ എയർപോർട്ടിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജേർണലിസ്റ്റ് റൈറ്റേഴ്സ് എക്സ്പ്രസ് സോളിഡാരിറ്റി വിത്ത് ന്യൂസ് ക്ലിക്ക് ഫൗണ്ടറിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം. അപ്പോഴേ പുള്ളിക്കാരനെ എന്ന് വെച്ചാൽ എന്താ പറയുക, ജയിലിലിട്ടിട്ടുണ്ട്. ഇവന്നൊക്കെ പോലീസ് കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റ് അഗേൻസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ജയിലിലിട്ടിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ പറയണമെന്ന് വെച്ചാൽ നമ്മളെ പണ്ട് എമർജൻസി ഉണ്ടായിരുന്നല്ലോ, നാഷണൽ എമർജൻസി. ആ സമയത്ത് 1975-77 പീരീഡിൽ നാഷണൽ എമർജൻസി ഉണ്ടായിരുന്നപ്പം ആ സമയത്തും പുള്ളിക്കാരൻ ജയിലിൽ തന്നെയായിരുന്നു. ഓക്കെ, ജയിലിലായിരുന്നു. ഓക്കെ, അതാ വീണ്ടും കറണ്ട് പോയിട്ടുണ്ട്. ബട്ട് ഓക്കെ, ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു ബീപ്പ് സൗണ്ട് കാണും. ഐ എം സോറി ഫോർ ദാറ്റ്, കാരണം അത് നമ്മളെ UPSൻ്റെ സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ 1975-77 ഈ സമയത്ത് പുള്ളിക്കാരൻ അപ്പോഴും ജയിലിലായിരുന്നു, എന്നിട്ട് ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ ആ ഒരു താരതമ്യം ഇത് ഉണ്ടാക്കിക്കൊണ്ടൊരു ബുക്ക് പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട്, കീപ്പിംഗ് അപ്പ് ദ ഗുഡ് ഫൈറ്റ് ഫ്രം എമർജൻസി ടു ദ പ്രസന്റ് ഡേ. ഓക്കെ, അപ്പോൾ എമർജൻസിയുടെ സമയത്തും ജയിലിലായിരുന്നു, ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബുക്സ് ആൻഡ് ഓത്തേഴ്സിൽ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രബീർ പുർക്കായസ്ഥ. ഓക്കെ, പ്രബീർ പുർക്കായസ്ഥ ആണ് പുള്ളിക്കാരൻ്റെ പേര്. ഓക്കെ, പ്രബീർ പുർക്കായസ്ഥ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിൽ ഈ ഒരു ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഈ ന്യൂസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 2023. അത് അവാർഡ് കിട്ടിയതായിരിക്കും എന്ന് വെച്ചാൽ ഡാനിയൽ ബെറൻബോയിം, എന്നിട്ട് അർജന്റീനയുടെ ഇസ്രായേൽ ക്ലാസിക് പിയാനിസ്റ്റ് ആൻഡ് കണ്ടക്ടർ അതാരാണ്, അലി അബു അവദ്. ഇവർക്കാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവരെന്ന് വെച്ചാൽ ചെയ്തതെന്ന് പറഞ്ഞാൽ പലസ്തീന് പീസ് ആക്ടിവിസ്റ്റ് ആണ്. എന്നിട്ട് അവർ നോൺ വയലന്റ് റെസൊല്യൂഷൻ ഓഫ് ഇസ്രായേൽ ആൻഡ് പലസ്തീൻ കോൺഫ്ലിക്റ്റ് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ അവാർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെയർപേഴ്സൺ ആരാണെന്ന് വെച്ചാൽ സോണിയാഗാന്ധിയാണ്. പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇത്തരം കാര്യം അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ ബാഗ്സ് 1617 crore ഡീൽസ്. എത്രയാണ്, 1617 crore ഡീൽസ്. ഓക്കെ, അപ്പോൾ ഈ ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് ആണ്, ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്. ഇത് അപ്പോൾ വാഗൺ എന്ന് പറയുമ്പോൾ എന്താണ്, റെയിൽവേ ബന്ധപ്പെട്ടതാണ് അല്ലേ. റെയിൽവേയുടെ വാഗൺ ഇതിനു വേണ്ടിയുള്ള കോൺട്രാക്റ്റ് ആണ് അവർക്ക് കിട്ടിയത്. ഇത് ബാങ്ക് എക്സാം ഈ എമൗണ്ട് ഒക്കെ അറിഞ്ഞിരിക്കുക. ഇത് കിട്ടിയത് ആരെന്നാണ്, മിനിസ്ട്രി ഓഫ് റെയിൽവേ എന്നാണ്. മിനിസ്ട്രി ഓഫ് റെയിൽവേ നിങ്ങൾക്ക് അറിയാം, ഇൻചാർജ് ആരാണ്, അശ്വിനി വൈഷ്ണവ് ആണ്. അശ്വിനി വൈഷ്ണവ്. ഓക്കെ, അശ്വിനി വൈഷ്ണവ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാന്നുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. അതിൽ നമ്മളെ ജൂപ്പിറ്റർ അവർക്ക് എത്രയാണ് കിട്ടിയത്, 1617 crores. ഓക്കെ, ആ ഒരു എമൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ എത്രയാണ് വേഗൻസ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ 4000. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഈ എമൗണ്ട് ബാങ്കുകാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയം SSCക്കാർക്ക് വെറും ഈ ഒരു ഇങ്ങനെ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്ത് 2 ഇതാണ് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡും റെയിൽവേ. ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ് SSCയിലൊക്കെ, ബട്ട് എന്നാലും നമ്മൾ നോക്കിയിരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ബാങ്കിന് ഈ എമൗണ്ട് ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് കോസ്റ്റ് ഡ്രോപ്പ് ടു 7.8 to 8.9% ഓഫ് ജി. നിങ്ങൾക്കറിയാം നമ്മളെ ഗതി ശക്തി എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗതി ശക്തി. ഓക്കെ, ഞാൻ ഇത് പലവട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, പഴയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ ഗതി ശക്തി എന്ന് പറയുമ്പോൾ ബേസിക്കലി ലോജിസ്റ്റിക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു 2030 വരെ നമ്മളെ ലോജിസ്റ്റിക് കോസ്റ്റ് ഇപ്പം നിലവിൽ 14 to 15% ഓഫ് GDP ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷം ഈ ന്യൂസിലൊക്കെ വന്നപ്പോൾ ഈ ഗതിശക്തി ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ ഇത് GDPയുടെ 14 to 50% എന്താണ് ലോജിസ്റ്റിക് കോസ്റ്റ് ആയിരുന്നു. അത് വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത്. ലോജിസ്റ്റിക് കോസ്റ്റ് കൂടാൻ കാരണം എന്തെന്ന് ചോദിക്കും. ഈ ലോജിസ്റ്റിക് കോസ്റ്റ് കൂടാൻ കാരണം എന്ത്, റീസൺ ചോദിക്കാം. റീസൺ ചോദിക്കൂല ആരും എക്സാമിന്, നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് കൂടുന്നത്. അപ്പോൾ ഇതിൽ മെയിൻലി എന്ന് പറഞ്ഞാൽ ഹോൾട്ടിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹോൾട്ടിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇപ്പം ഒരു ലോറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഗോഡൗണിൽ ഇട്ട്, അപ്പോൾ ആ ഗോഡൗണിൽ ചിലപ്പോഴൊക്കെ മാസം തോളം കിടന്നു. കാരണം ക്ലിയറൻസിൻ്റെ കുറേ ഇഷ്യൂസ് വരും. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അടുത്ത പോർട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത ഏരിയയിലോട്ട് കൊണ്ടുപോകണം, അടുത്ത സ്റ്റേറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ ക്ലിയറൻസ് വേണം. ആ ക്ലിയറൻസ് ചിലപ്പോഴൊക്കെ ഒരുപാട് ഡിലേ ആയിപ്പോൾ. അങ്ങനെ ഡിലേ ആകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അവിടെ കിടക്കും. ആ വണ്ടിയുടെ ഡ്രൈവർമാർക്ക് എന്തായാലും ശമ്പളം കൊടുത്തല്ലേ പറ്റൂ. അതുപോരാതെ ഈ ഗോഡൗണിൽ കിടക്കുന്നതിൻ്റെ എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ കോസ്റ്റ് കയറി പോകും. പെർ ഡേ ഭയങ്കര എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, പെട്രോളിൻ്റെ കോസ്റ്റ് വരണില്ല അവിടെ, എന്നാൽ തന്നെയും ഈ എല്ലാ കാര്യങ്ങളും എസ്കലേറ്റ് ആവും റേറ്റ്. അതേസമയം ഇത് പോർട്ടിലെ ഇഷ്യൂ ആണെങ്കിൽ പോർട്ടിൽ ചിലപ്പോഴൊക്കെ 3 മാസം ഗുഡ്സ് കിടന്നു. അപ്പോൾ കമ്പനീസിന് ലോസ് ആണ്. കാരണം അവർക്ക് സമയത്ത് റോ മെറ്റീരിയൽസ് കിട്ടിയില്ലെങ്കിൽ എന്താണ്, അവരെ പ്രൊഡക്ഷൻ നിന്നു പോയാൽ അവർക്ക് ലോസ് ഉണ്ടാവാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്തു. അപ്പോൾ അതിനെയൊക്കെ ക്രബ് ചെയ്തിട്ട് ഗതിശക്തി ഇനിഷ്യേറ്റീവ് എന്താണ്, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കണക്ടിവിറ്റി ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു പോർട്ടിൽ സാധനം കൊണ്ടുവന്നു, അപ്പോൾ ഇവിടെ റോഡിൽ കൂടെയും കണക്ഷൻ ഉണ്ടാവും, നമ്മളെ റെയിൽ കണക്ഷൻ കാണും, എയർപോർട്ട് കണക്ഷൻ കാണും, പിന്നെ റോഡിന് വഴി റോഡ് അല്ലെങ്കിൽ റെയിൽ വഴി പോർട്ടിലോട്ടും കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി മോഡൽ ഇതാണ്. എന്നിട്ട് ഇവിടുത്തെ എല്ലാം ക്ലിയറൻസ് പ്രോസസ്സ് എന്താണ്, സെൻട്രലൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ക്ലിയറൻസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മളെ ഈ ഗതിശക്തി ഇനിഷ്യേറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ആ സമയത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സിലാണ്. എന്നിട്ട് അഞ്ചാമത്തെ എഡിഷൻ ഓഫ് ലോജിസ്റ്റിക് ഈസ് അക്രോസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ലീഡ്സ് 2023 റിപ്പോർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. എന്താണ്, നമുക്കിപ്പോൾ ലോജിസ്റ്റിക് കോസ്റ്റ് 7.8% ആയിട്ടുണ്ട്. 7.8 to 8.9 റേഞ്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം 14% വരെ ആയിരുന്നത്, 14 to 15% ആയിരുന്നത് ഇപ്പം കുറഞ്ഞിട്ട് ഇത്ര ആയി. ഇത് വളരെ വളരെ ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞാൽ ഇവിടെ പറയുന്നത് 8.6 to 9.8 ഇൻ 2013-14. പക്ഷേ പിന്നീട് ഇടയ്ക്ക് റൈസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരു ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് ഈ ലീഡ്സ് ഇത് ലോഞ്ച് ചെയ്തപ്പോഴാണ് 2018 ലൈൻ എന്താണ്, ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ഓഫ് വേൾഡ് ബാങ്ക്. അവർ ആ ഒരു വേൾഡ് ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൻ്റെ ലൈനിലാണ്. എന്ന് പറഞ്ഞാൽ അവർ ബേസിക്കലി റാങ്ക് ചെയ്യും ഇന്ത്യ എത്രയാണ് ലോജിസ്റ്റിക് കോസ്റ്റ് എത്രയാണെന്നുള്ള രീതിയിൽ, എന്നിട്ട് എത്ര എഫിഷ്യൻ്റ് ആണെന്നുള്ള രീതിയിൽ റാങ്ക് ചെയ്യും. ആ റാങ്കിൻ്റെ അനുസരിച്ച് നമ്മളും പെർഫോം ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഇന്ത്യക്കും തോന്നി ഇന്ത്യക്ക് ഒരു സ്വന്തമായിട്ടുള്ള എന്താണ് വേണം എന്നുള്ളത്, ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അനാലിസിസ് വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലീഡ്സ് എന്ന 2023 റിപ്പോർട്ട് കൊണ്ടുവന്നത്. 5ാമത്തെ എഡിഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്സിൻ്റെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ ചണ്ഡീഗഡും ഡൽഹി വേർ അച്ചീവേഴ്സ് അമംഗ്സ് ദ ലാൻഡ് ലോക്ഡ് ഗ്രൂപ്പ്. പിന്നെ ഹരിയാന അമംഗ്സ് ലാൻഡ് ലോക്ഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മാറിപ്പോയി. ഓക്കെ, ഹരിയാന, പഞ്ചാബ്, തെലങ്കാന എന്നിട്ട് ഉത്തർപ്രദേശാണ് അച്ചീവർ. നമ്മളെ യൂണിയൻ ടെറിട്ടറിയിൽ ചണ്ഡീഗഡും ഡൽഹിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവേഴ്സ്. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പോർട്സിൻ്റെ ആണ് അന്തിം പങ്കാൽ എന്താണ് നെയിംഡ് എന്താണ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിന്റെ റൈസിംഗ് സ്റ്റാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. റൈസിംഗ് സ്റ്റാർ അവാർഡ്. ഓക്കെ, ആർക്കാണ് കിട്ടിയ, അന്തിം പങ്കാൽ എന്നാണ് കിട്ടിയത്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്താണ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ റൈസിംഗ് സ്റ്റാർ അവാർഡാണ് കിട്ടിയത്. ഇതെന്തിനാണ്, വിമൻസ് സെക്ഷനിലാണ് കിട്ടിയത്. ഓക്കെ, വിമൻസ് സെക്ഷൻ. ഓക്കെ, അടുത്ത് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഡെബ്യൂ ചെയ്തത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഡെബ്യൂ ചെയ്തിട്ട് അവിടെ ഏഷ്യനിൽ സിൽവർ മെഡൽ ജയിച്ച ഒരു വ്യക്തിയാണ്. സിൽവർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ ജയിച്ച് പുള്ളിക്കാരി എന്താണ് ഒരു നല്ലൊരു അച്ചീവ്മെന്റ്, ഇനീഷ്യൽ ഫേസിൽ തന്നെ നല്ല അച്ചീവ്മെന്റ്സ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് റൈസിംഗ് സ്റ്റാർ എന്നുള്ളൊരു അവാർഡ്
കിട്ടിയിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ബി ബോൾഡ് സേസ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ ഇൻ പാർട്ടിംഗ് മെസ്സേജ് ടു സിറ്റിംഗ് ജഡ്ജ്. അപ്പം റിട്ടയർഡ് ആവുകയാണ് ആരാണ്? കിഷൻ കൗൾ. ഓക്കെ, കിഷൻ കൗൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ജഡ്ജ്മെന്റ്സ് കൊടുത്തു. അപ്പോൾ ഇത് ആരാണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ടിന്റെ ഒരു സീനിയർ ജഡ്ജാണ്. ഓക്കെ, സീനിയർ ജഡ്ജാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം സീനിയർ ജഡ്ജ് ഇൻ സുപ്രീം കോർട്ടാണ്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഈ ന്യൂസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെങ്കട്ടരാമണി. ഓക്കെ, വെങ്കട്ടരാമണി നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലർക്ക്, പക്ഷെ അറിഞ്ഞൂടാത്തവർ എഴുതിയെടുക്കുക. ഓക്കെ, വെങ്കട്ടരാമണി ആണ് എന്താണ് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്മളെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത ന്യൂസിലോട്ട് പോകാം. നമുക്ക് എന്താണ്, ഹൈദരാബാദ് പിപ്സ് പൂനെ ബാംഗ്ലൂർ അമംഗ് ഇന്ത്യാസ് ബെസ്റ്റ് സിറ്റീസ് ഇൻ മേഴ്സേഴ്സ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേൾഡ് വൈഡിൽ ലിവിംഗ് ഇൻഡെക്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ ബേസിൽ അവർ റാങ്ക് ചെയ്യും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എത്രയുണ്ടെന്നുള്ള. ആ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ എത്ര സിറ്റീസ് വന്നെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇന്ത്യയിലെ സിറ്റീസ് ടോപ്പിൽ വന്നത് ഏതൊക്കെയാണെന്ന് അറിയണം. ഫസ്റ്റ് ഹൈദരാബാദ്, ഇതിന്റെ റാങ്ക് 153 ആണ്. പൂനെ 154 ആണ്. എന്നിട്ട് ബാംഗ്ലൂർ 156 ആണ്. ഇതിനൊക്കെ ലിവിങ് ഇതാണ് ബെസ്റ്റ് ലിവിങ് എന്താണ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള സിറ്റീസ് ആണ്. ഇപ്പം കണ്ട വീണ്ടും കറണ്ട് പോയിട്ട് ഇതാ വീണ്ടും വന്നു. അപ്പോൾ ഈ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് കൂടാതെ നമ്മളിപ്പം UPS ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരില്ല എന്ന് വിശ്വസിക്കാം. ഓക്കെ, അടുത്ത് ഇത് 6ാമത്തെ പ്രാവശ്യമാണ് എന്താണ് ഹൈദരാബാദ് ബെസ്റ്റ് ഇന്ത്യൻ സിറ്റി ആയി മാറിയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സിറ്റീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടോപ്പ് റാങ്ക് ആരാണ്? ഹൈദരാബാദ് ആണ്. ഓക്കെ, വിയന്ന ഓസ്ട്രിയ ഹാസ് ടോപ്ഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് 11 കൺസിക്യൂട്ടീവ് ഇയേഴ്സ്. ഓക്കെ, 11 കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ വിയന്ന ഓസ്ട്രേലിയയിലുള്ള വിയന്നയാണ് ഫസ്റ്റ് 11th കോൺസിക്യൂട്ടീവ് ഇയറിൽ ടോപ്പ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ളത്. അത് കഴിഞ്ഞ് വന്ന സൂറിഷ് ഇവിടെയുള്ള സ്വിറ്റ്സർലാൻഡ്, പിന്നെ ഓക്ലാൻഡ് ഇവിടെയുള്ള ന്യൂസിലൻഡ് സെക്കൻഡും തേർഡ് റാങ്കാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ICICI പ്രുഡൻഷ്യൽ ലൈഫ് എന്നിട്ട് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഇൻഷുറൻസ് പാർട്ട്ണർഷിപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ICICI ബാങ്ക് പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെയാണ്. എന്നിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മളെ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. അപ്പോൾ അതോടെ നമ്മളെ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ എന്താണ് കുറെ കൂടെ ലൈഫ് ഇൻഷുറൻസിന്റെ കവറേജിന്റെ പ്രൊഡക്റ്റും കൂടെ അവർക്ക് സെല് ചെയ്യാൻ പറ്റും. അതാണ് അവരുടെ ഉദ്ദേശം. ഓക്കെ, അതുകൊണ്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നാണ്. സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ഉദ്ദേശം എന്താണ്? അവർ അൺബാങ്ക്ഡ് ഏരിയാസ്, റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ അൺബാങ്ക്ഡ് ഏരിയാസിൽ അവർക്ക് സെന്റേഴ്സ് 90-80% അവരെ ബാങ്ക് ബ്രാഞ്ചസ് അവിടെ ആയിരിക്കണം. എന്താണ് അൺബാങ്ക്ഡ് ഏരിയാസ്. സിറ്റീസിൽ അവർക്ക് തുറക്കാം, പക്ഷെ ഒരുപാട് കുറച്ചേ തുറക്കാൻ പറ്റുള്ളൂ. മാക്സിമം അവർക്ക് റൂറൽ ഏരിയാസും നോർമൽ ബാങ്കിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകാൻ പറ്റുള്ളൂ. അവർക്ക് അവരെ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അവരത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും ലൈഫ് ഇൻഷുറൻസിന്റെ പ്രൊഡക്ട്സ് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പാക്ട് സൈൻ ചെയ്തത്. അപ്പോൾ LIC പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ICICI ബാങ്ക് ലിമിറ്റഡ് ആണ്. ഓക്കെ, എന്നിട്ട് പ്രുഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിംഗ് ലിമിറ്റഡ് ഇവർ രണ്ടുപേരുമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO അറിയണം അനൂപ് ബാഗ്ചി. പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്ര. സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 2001. ഓക്കെ, നെക്സ്റ്റ് ADB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 200 മില്യന്റെ ബൂസ്റ്റ് കൊടുക്കുകയാണ് ഇന്ത്യക്ക്. എന്താണ്? ക്ലീൻ ഇന്ത്യ ആവാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ ക്ലീൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്ക്ക് വേണ്ടി. അപ്പോൾ ഈ സ്വച്ഛത ഭാരത് അഭിയാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, എന്നിട്ട് അത് മാത്രമല്ല എമിഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഫണ്ടിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്രയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ 250 മില്യൺ പോളിസി ബേസ്ഡ് ലോൺ കൊടുത്തിട്ടുണ്ട്. അതിൽ 200 മില്യൺ ആയിരിക്കാണ് കൊടുത്തത് നമ്മൾ ഈ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിന് വേണ്ടി, സാനിറ്റേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, പിന്നെ ഇതിലെന്താ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഗതിശക്തി ഉണ്ട്, നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫോർ മൾട്ടി മോഡൽ കണക്ടിവിറ്റി, അതിനുവേണ്ടിയും അതിൻ്റെ ഒരു സബ് പ്രോജക്റ്റിൽ അവർ പൈസ ഫണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനാണ് ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കുറച്ച് എമൗണ്ട് ഒരു സബ് ഫണ്ടിങ്. ഓക്കെ, അതുകൂടാതെ 200 മില്യൺ ഫണ്ട് കൊടുത്തതായിരിക്കാണ് നമ്മളെ സാനിറ്റേഷന് വേണ്ടി. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. സ്വച്ഛത ഭാരത് അഭിയാൻ്റെ അണ്ടറിൽ സാനിറ്റേഷനിൽ അതിനു വേണ്ടിയാണ് $200 മില്യൺ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഒരു $50 മില്യൺ പിന്നെ അല്ലാതെ കുറച്ച് ഫണ്ട് എന്താണ് നമ്മളെ ഗതിശക്തി, ഞാൻ പറഞ്ഞില്ലേ ലോജിസ്റ്റിക്സിന് വേണ്ടിയുള്ളത്, അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ MD CEO അറിയണം, നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൻ്റെ എന്താണ് CEO MD ആരാണ്? രജത് കുമാർ സായനി. എന്നിട്ട് ഹെഡ് ക്വാർട്ടർ ആണ് ന്യൂഡൽഹി. ഇത്തരം കാര്യം അറിയാം. പിന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൻ്റെ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ അറിയാമെന്ന് വിശ്വസിക്കാം. അല്ലെങ്കിലും അറിഞ്ഞൂടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. മനില ഫിലിപ്പൈൻസിലാണ് എന്താണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉള്ളത്. ഇത് 1966 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ
മസത്സുഗു അസാക്കാവ. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിലോട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്നാലും നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് പോകണം, അതൊക്കെ നല്ലത്. അടുത്തതെന്ന് പറഞ്ഞാൽ SBI ടു സൈൻ 360 crore LOC. LOC എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ്, ലൈൻ ഓഫ് കൺട്രോൾ അല്ല. ഓക്കെ, ലൈൻ ഓഫ് ക്രെഡിറ്റ് വിത്ത് ജർമ്മനീസ് KfW ഫോർ സോളാർ പ്രൊജക്ട്സ്. ഈ KfW എന്ന് പറഞ്ഞ ഒരു ഡെവലപ്മെന്റൽ ബാങ്ക് ആണ് ജർമ്മനിയിലുള്ളത്. ഓക്കെ, അത് SBIയും KfW കൂടെ ചേർന്ന് ഒരു പാക്ട് സൈൻ ചെയ്ത്. എത്ര രൂപ വരെയാണ്? 70 million euros ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 630 ആണ്, ഒരു അപ്രോക്സിമേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമൗണ്ട് എത്രയാവും എന്ന് വെച്ചാൽ 636 crores ആണ് നമുക്ക് കിട്ടാൻ പോണ എന്താണ് റുപ്പീസിൽ. ഓക്കെ, ഇത് റുപ്പീസിലാണ്, പക്ഷേ ഇത് അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ്. ഇത് അറൗണ്ട് നമ്മൾ ഈ 700 million euros ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇപ്പോഴത്തെ വാല്യൂ വെച്ച് 636 crore ആണ് പാക്ട് സൈൻ ചെയ്തത്. പാക്ട് സൈൻ ചെയ്തപ്പോൾ ഈ എമൗണ്ട് ആണ് ആക്ച്വലി വന്നിട്ടുള്ളത്. എക്സാമിന് കൃത്യമായിട്ടുള്ള എമൗണ്ട് പഠിച്ചു വെക്കുക. ഇത് റഫ് എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ന്യൂസിൽ, നമ്മളെ ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്നത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള എമൗണ്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക. 636 crore റുപ്പീസ് ആണ്. യൂറോസിൽ ചോദിക്കുകയാണെങ്കിൽ 70 million euros ആണ്. ഓക്കെ, അടുത്ത് ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ടു സപ്പോർട്ട് സോളാർ വോൾട്ടിക് പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോളാർ വോൾട്ടിക് പ്രൊജക്ട്സ് ഏതെങ്കിലും കമ്പനീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട് അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സോളാർ വോൾട്ടിക് പ്രൊജക്ട്സ്, അതിന് വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. അഗ്രിമെന്റ് വാസ് സൈൻഡ് അറ്റ് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്റർ, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫൈനാൻസ് ടെക് സിറ്റിയിൽ. നിങ്ങൾക്കറിയാം ഗിഫ്റ്റ് സിറ്റി എവിടെയാണ്? ഗാന്ധിനഗറിലുള്ള. ഓക്കെ, സോറി, അഹമ്മദാബാദ്. അവിടെയുള്ള ഈ SBI ബ്രാഞ്ചിനാണ് ഇവർ സൈൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അടുത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ നിങ്ങൾക്കറിയാം ദിനേഷ് കുമാർ ഖാറ ആണ്. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്രയിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1955. KfW ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CEO ആരാണ്? സ്റ്റീഫൻ വിൻസൽ. എന്നിട്ട് പിന്നെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഫ്രാങ്ക്ഫurt, ജർമ്മനി. അടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948. നെക്സ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് റെക്കഗ്നൈസ്ഡ് ഗ്ലോബലി ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ് ഇൻ ക്ലൈമറ്റ് ലെൻഡിംഗ് റിപ്പോർട്ട് ബൈ IFC. ഇത് നമ്മൾ നോക്കിയ ന്യൂസ് ആണ്, എന്നാലും നമുക്കൊന്ന് എക്സ്ട്രാ നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇതെന്താണ്? അക്ലോഡ്സ് റിസീവ്ഡ് ബൈ ഫെഡറൽ ബാങ്ക്. എന്താണ് ഈ ഒരു അവാർഡിൽ കിട്ടിയപ്പോൾ എന്തൊക്കെ കാറ്റഗറിയിലാണ് അവർ ടോപ്പിൽ വന്നതിന്? ഹയസ്റ്റ് ക്ലൈമറ്റ് ലോൺ എമൗണ്ട് റിപ്പോർട്ടഡ്. അവർ ലോൺ ക്ലൈമറ്റ് മിറ്റിഗേഷന് വേണ്ടിയുള്ള പ്രൊജക്ട്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് മിറ്റിഗേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവരെ ലോൺസിൻ്റെ കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാൻ സാധിച്ചു. ആ ഒരു 2 കാറ്റഗറിയിലാണ് അവർ ടോപ്പ് ചെയ്തത്. അത് കൂടാതെ വേറെയും കുറേ കാറ്റഗറിയിൽ ടോപ്പ് ചെയ്തെങ്കിലും ഇതിലാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുകൂടാതെ 2 ബാങ്ക് വേറെ ഉണ്ട്. അവർക്ക് എന്താണ് ടോപ്പ് ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. മോസ്റ്റ് ട്രാൻസാക്ഷൻ റിപ്പോർട്ടഡ് ഇക്വിറ്റി ബാങ്ക് കെനിയ. പിന്നെ ബെസ്റ്റ് അച്ചീവ്മെന്റ് വേഴ്സസ് ക്ലൈമറ്റ് ടാർഗറ്റ്സ് ബാങ്കോ ദെ ലേ പ്രൊഡക്ഷനോ, എവിടെയാണ്? ഇക്വഡോർ. ഓക്കെ, അപ്പോൾ ഫെഡറൽ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MD CEO ആരാണ്? ശ്യാം ശ്രീനിവാസൻ. ഹെഡ്ക്വാർട്ടർ ആലുവ, കേരള ആണ്. പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് നിങ്ങൾക്കറിയാം 1931 ടാഗ് ലൈൻ യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ, അതാണ് അവരുടെ ടാഗ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് വെച്ചാൽ RBI അത്തോറൈസസ് ബന്ധൻ ബാങ്ക് ടു ഡിസ്പേഴ്സ് പെൻഷൻ ടു റെയിൽവേ എംപ്ലോയീസ്. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്താണ് ഡീറ്റെയിൽസ് അറിയണ്ടേ? അറിയണമല്ലോ, ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് അല്ലേ? യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം എന്താണ് ഡീറ്റെയിൽസ്. എന്താണ് ബന്ധൻ ബാങ്ക് ലിമിറ്റഡ്? എന്താണ് റിസർവ് ബാങ്ക് ഓത്തറൈസേഷൻ ആരെന്നാണ് കിട്ടിയത്? നിങ്ങൾക്കറിയാം ബാങ്ക്സിന് ഓത്തറൈസേഷൻ കൊടുക്കേണ്ട അതോറിറ്റി ആർക്കാണ്? റിസർവ് ബാങ്കിനാണ്. ഓക്കെ, ടു ഡിസ്ട്രിബ്യൂട്ട് പെൻഷൻ ത്രൂ ഇലക്ട്രോണിക് പെൻഷൻ പേയ്മെന്റ് PPOS ഓൺ ബിഹാഫ് ഓഫ് മിനിസ്ട്രി ഓഫ് റെയിൽവേ. അപ്പോൾ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ അണ്ടറിലുള്ള എംപ്ലോയീസിന് ഇനി പെൻഷൻസ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് ആരാണ്? ബന്ധൻ ബാങ്ക് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അവർക്ക് പെൻഷൻസ് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, ഓത്തറൈസേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ ബാങ്ക് വിൽ ബി ഏബിൾ ടു പ്രൊവൈഡ് പെൻഷൻ സർവീസ് ടു അറൌണ്ട് 50,000 റിട്ടയറീസ് ഈച്ച് ഇയർ അക്രോസ് 17 സോണൽ ഓഫീസസ് ആൻഡ് 8 പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബന്ധൻ ബാങ്കിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് എന്ന് തന്നെ പറയാം ഈ ഒരു സംഭവം. ഓക്കെ, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാണ്. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, അതുകൊണ്ട് അതും അറിഞ്ഞിരിക്കുക. പിന്നെ അബൌട്ട് ബന്ധൻ ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? മാനേജിംഗ് ഡയറക്ടറാണ് ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ചന്ദ്രശേഖർ ഘോഷ് ആണ്. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? കൊൽക്കത്ത, വെസ്റ്റ് ബംഗാളിൽ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2015. ടാഗ് ലൈൻ ആപ്കാ ഭല സബ്കാ ഭല. ഓക്കെ, അടുത്ത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് റേസസ് ഇന്ത്യസ് ഗ്രോത്ത് ഫോർകാസ്റ്റ് ടു 6.7% ഫോർ ഫൈനാൻഷ്യൽ ഇയർ 24. ഓക്കെ, നമ്മൾ RBI റീസെൻ്റ്ലി നമ്മളെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 7.6% അറൗണ്ട് നമ്മൾ ഗ്രോത്ത് ഫോർകാസ്റ്റ് കൂടും എന്നുള്ള രീതിയിൽ നമ്മൾ സെക്കൻഡ് ക്വാർട്ടറിൽ 7.6% വരെ നമ്മളെ ഗ്രോത്ത് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ RBI പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും ഇപ്പോഴത്തെ നിലവിലുള്ള എന്താണ് GDP അനലൈസ് വെച്ചിട്ട് അവർ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്തത്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ 2023-24 നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ 24ന്റെ ഫൈനാൻഷ്യൽ ഇയറിൽ എന്താണ് ഇന്ത്യയുടെ GDP കൂടും 6.7% ആവുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഇയർ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇത് എൻഡ് ആകുമ്പോൾ വരാൻ പോണ റിപ്പോർട്ടിൽ നമ്മൾ 6.7% ആയിരിക്കും GDP ഗ്രോത്ത്
എന്ന് പറഞ്ഞാൽ ഇയർ ഓൺ ഇയർ അതായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യണത്. ഓക്കെ, അത്രയാണ് നമ്മൾ അറിയേണ്ട കാര്യം. പിന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അൺചേഞ്ച്ഡ് ആണ്, ഇപ്പോഴും 5.5% ആണ് എന്നാണ് നമ്മളെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രിഡിക്ഷൻ, അല്ലെങ്കിൽ അവർ എന്താണ് പറയുന്നത് റിപ്പോർട്ടിനനുസരിച്ച്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. മസാസുഗു ഒസാക്കാവയാണ് ഹെഡ് ക്വാർട്ടർ. മഡ്ലിയോങ് സിറ്റി, മനീല, ഫിലിപ്പൈൻസ്. എസ്റ്റാബ്ലിഷ് 1966 മെമ്പർ 68. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രൊഫസർ സവിത ലാഡ്ഗെ വിൻസ് ദ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി നൈഹോം പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അവാർഡാണ്. ഇത് അറിയാതെ ആ സ്ലൈഡ് വീണ്ടും റിപ്പീറ്റ് ആയി. എന്നാൽ എന്തായാലും റിപ്പീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് പോവാം അല്ലേ. സവിത ലാഡ്ഗെ, പ്രൊഫസർ ഓഫ് അറ്റ് ഹോമി ബാബ സെന്റർ സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ മുംബൈ, മഹാരാഷ്ട്ര. പുള്ളിക്കാരിക്കാണ് ഈ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി നൈഹോൾം പ്രൈസ് ഫോർ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ ഏത് ഫീൽഡിലാണ്? കെമിസ്ട്രി എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ക്യാഷ് പ്രൈസ് കിട്ടും 50,000 ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റെർലിംഗ്. എന്നിട്ട് അലോങ് വിത്ത് മെഡൽ, ഒരു മെഡലും ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് എക്സാമിന് ചോദിക്കാം, ബാങ്കിനും SSCക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞേക്കുക. ഓക്കെ, പുള്ളിക്കാരിക്ക് എന്താണ് ഓണർ കിട്ടുന്നത്? അഡ്വക്കേറ്റിംഗ് കെമിക്കൽ എഡ്യൂക്കേഷൻ. കെമിക്കൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാരണമാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ന്യൂസിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ഒരു പിനാക്ക വെപ്പൺ സിസ്റ്റം. നിങ്ങൾക്കറിയാം പിനാക്ക വെപ്പൺ സിസ്റ്റം എന്താണ്? ഈ കാണില്ലേ നിങ്ങൾ ഇമേജിൽ കാണുമല്ലോ, ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ഇതിനെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും. എന്നിട്ട് ഒരിടത്ത് സ്റ്റേബിൾ ആയിട്ട് നിർത്തിയിട്ട് ഒറ്റയടിക്ക് ഫയർ ചെയ്യാം. ഈ മെഷീൻ ഗണ്ണുമല്ല ഫയർ ചെയ്യണില്ലേ, അതേപോലെ മിസൈൽസ് ഫയർ ചെയ്യും. പടപടപടപടന്ന് മിസൈൽസ് ഫയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 44 സെക്കൻഡ്സിൽ 12 റോക്കറ്റ്സ് ഫയർ ചെയ്യാൻ പറ്റും ഇതിന്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഇത്രയും പെട്ടെന്ന് ഒരു അറ്റാക്ക് ആകുമ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എനിമി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സർപ്രൈസ് ടൈപ്പും ഇങ്ങനെ ഒരു അറ്റാക്കിൽ. ഓക്കെ, അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്താണ് 2800 കോടി രൂപയാണ് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. എത്രയാണ് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ 6400 റോക്കറ്റ്സ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് വാങ്ങിക്കാൻ പോണത്. 6400 റോക്കറ്റ്സ് ഫോർ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചേഴ്സിന് വേണ്ടി, ഫോർ ബൂസ്റ്റിംഗ് ദ ഇന്ത്യൻ ആർമീസ് കെപ്പബിലിറ്റി. ഇന്ത്യൻ ആർമിയുടെ കെപ്പബിലിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ നെയിം ചെയ്തേക്കുന്നത് ശിവ. നമ്മളെ ശിവര ഒരു എന്താണ് പിനാക്ക സിസ്റ്റം, ശിവര ഒരു ബോ ആണ്. ബോ എന്ന് പറഞ്ഞാൽ അമ്പ്. ഓക്കെ, അമ്പിൻ്റെ പേരിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡാണ്. 12 റോക്കറ്റ് 44 സെക്കൻഡിൽ അവർക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. പിനാക്ക സിസ്റ്റം ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ മിലിറ്ററി ടെക്നോളജീസ് ടു ബി എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ ടു ഫോറിൻ കൺട്രി ലൈക്ക് അർമേനിയ. ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഫോറിൻ കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്തത് ഇന്ത്യ ഉള്ളതാണ്. ഇപ്പോൾ ഇതിൽ 2 ആസ്പെക്ട് ഉണ്ട്. ഇന്ത്യൻ ആർമിക്ക് ബൂസ്റ്റ് ആവും, അതുകൂടാതെ ഇത് മാനുഫാക്ചർ ആകുമ്പോൾ ഇതിനെ നമുക്ക് സെല്ലും ചെയ്ത് കുറച്ച് ഇൻകമും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ് നമ്മൾ ഡിഫൻസിൽ കുറെ കൂടെ നമുക്ക് എക്സ്പെൻസ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ വെൽഫെയറിന് വേണ്ടി കൂട്ടാൻ പറ്റും അല്ലേ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേവി റീ ഇൻഡെക്സ് INS താർമുഗ്ലി. ഓക്കെ, താർമുഗ്ലി എവിടെയാണ്? വൈസാഗ് എന്താണ്? വിശാഖപട്ടണം അല്ലേ. വൈസാഗിൽ അവർ ലോഞ്ച് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ നേവി കമ്മീഷൻ ദ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഇന്ത്യൻ നേവൽ ഷിപ്പ് താർമുഗ്ലി അറ്റ് നേവൽ ഡോക്യാർഡ് വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇത് വൈസ് അഡ്മിറൽ സന്ദീപ് നൈത്താനി ചീഫ് ഓഫ് മെറ്റീരിയൽ വാസ് ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ കമ്മീഷനിങ് സെറമണി. അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയണ്ട, നമുക്ക് ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെ റീകമ്മീഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇറ്റ് വാസ് കമ്മീഷൻഡ് ഇൻ ഇന്ത്യൻ നേവി ആസ് INS തിലാങ് ചാങ് ത്രികാന്ത് ക്ലാസ് ഷിപ്പ് സർവ്ഡ് ടിൽ 2006. അതിനുശേഷം ഡീകമ്മീഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചിരുന്നു, ഇപ്പം റീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ സ്കീം ലോഞ്ച്ഡ് ടു പ്രൊമോട്ട് എന്താണ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഫോർ ഫോറസ്റ്റ് ആൻഡ് അഗ്രോ ഫോറസ്ട്രി. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ സ്കീം. ഇതിൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്നിട്ട് അഗ്രോ ഫോറസ്ട്രിക്ക് വേണ്ടി തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ് വോളണ്ടറിലി. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക്കലി ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മളെ ഫോറസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുക, എന്നിട്ട് അഗ്രോ ഫോറസ്ട്രി ചെയ്യണം. ഫോറസ്റ്റ് ഗ്രോ ചെയ്യണം. അതിന് ചിലയിടത്ത് ഫോറസ്റ്റ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെ അവർ എന്താണ് ആർട്ടിഫിഷ്യലി ഗ്രോ ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ ഒരു ആസ്പെക്ട് ചെയ്യണതിന് തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം കുറച്ചുകൂടെ റെക്കഗ്നീഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ സ്കീം നോക്കാം നമുക്ക്. എന്താണ്? 3 കമ്പോണൻ്റ് ഉണ്ട്. ഫോറസ്റ്റ് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, 3 ഔട്ട്സൈഡ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ, 3 ഔട്ട്സൈഡ് മാനേജ്മെന്റ് ഔട്ട്സൈഡ് ഫോറസ്റ്റ് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ചെയിൻ ഓഫ് കസ്റ്റഡി സർട്ടിഫിക്കേഷൻ. ഇത്ര സർട്ടിഫിക്കേഷൻ ആണ് അവർ കൊടുക്കുന്നത്. ഇത് ബേസിക്കലി ഒരു റെക്കഗ്നീഷൻ പോലെയാണ്. അപ്പോൾ ഇത് IFWCS
എന്താണത്, നമ്മളെ ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ സ്കീം. ഇത് ഗവൺ ചെയ്യണത് ആരെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് വുഡ് സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് ഗവൺ ചെയ്യണത്. എന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യണത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ആണ്. എവിടെ വെച്ചാണ്? ഭോപ്പാലിലുള്ള സെന്ററാണ്. ആസ് എ ഡെഡിക്കേറ്റഡ് സ്കീം ഓപ്പറേറ്റിംഗ് ഏജൻസി. അപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഇൻചാർജ് എന്നുള്ളത്. ഭൂപേന്ദ്ര യാദവ് ആണ്. പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭൂപേന്ദ്ര യാദവ് ആണെന്താണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ മിനിസ്റ്റർ ഇൻചാർജ്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നീതി ആയോഗ് ആൻഡ് IFPRI സൈൻസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് ടു സ്ട്രെങ്തൻ പോളിസി ഫ്രെയിംവർക്ക് ഫോർ അഗ്രികൾച്ചർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈൻ ചെയ്തേക്കുന്ന അഗ്രിമെന്റ് എത്ര വർഷത്തേക്കാണെന്ന് വെച്ചാൽ 5 വർഷത്തെ ലോങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് ആണ്. 5 വർഷത്തെ. എന്നിട്ട് ഇതിലെന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ IFPRI ഫുൾ ഫോം അറിയണം. ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് അബ്രിവേഷൻ്റെ ഏരിയയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നീതി ആയോഗിൻ്റെയും ഫുൾ ഫോം ആയിരിക്കും. പക്ഷേ നമുക്ക് പലപ്പോഴും എന്താണ് അറിയാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിഞ്ഞൂടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അത്ര കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ ഈ SOI ദാറ്റ് ഈസ് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ് വിൽ ബ്രോഡൻ ദ മെൻഡേറ്റ് ഓഫ് IFPRI ടു സപ്പോർട്ട് അഗ്രികൾച്ചർ വെർട്ടിക്കൽ ഓഫ് നീതി ആയോഗ് ഇൻ കീ ഏരിയാസ്. കീ ഇമ്പോർട്ടൻറ്റ് ഏരിയാസിൽ നീതി ആയോഗിൻ്റെ ആ ഒരു ഇത് പ്രൊമോട്ട് ചെയ്യുക, അതാണ് അവരെ പ്രൈമറി ഉദ്ദേശം. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്ര അറിഞ്ഞിരിക്കുക. പിന്നെ IFPRI വിൽ പ്രൊവൈഡ് പോളിസി അനലിറ്റിക്സ് ആൻഡ് സപ്പോർട്ട് ടു നീതി ഇൻ മ്യൂച്വലി ഐഡന്റിഫൈഡ് areas with the broader realm of food system transformation, initially focusing on agriculture, rural development, trade and climate change policies in India. Okay, അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നീതി ആയോഗിൻ്റെ ചെയർമാൻ നിങ്ങൾക്ക് അറിയാം, ബൈ ഡിഫോൾട്ട് നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അതിപ്പോഴത്തെ ആരാണ്? നരേന്ദ്രമോദി ആയിരിക്കും. CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് കാണാപ്പാടാവും. അടുത്ത എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് 2015. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. പിന്നെ ഇന്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന്റെ ഡീറ്റെയിൽ എഴുതിക്കോ. ഡയറക്ടർ ജനറൽ ജോഹൻ സ്വൈൻ ആണ്. പിന്നെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? വാഷിംഗ്ടൺ DC, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1975. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് വിമൻ വോട്ടേഴ്സ് വിൽ സർപാസ് മെയിൽ വോട്ടേഴ്സ് ഫ്രം 2029 ജനറൽ ഇലക്ഷൻ ഓൺവേർഡ്സ്. ഒരു റിപ്പോർട്ടിന്റെ അനുസരിച്ച് എന്താണ്, ഇന്ത്യയിലെ വിമൻ വോട്ടേഴ്സ് മെയിൽ വോട്ടേഴ്സിനെ കാട്ടിയും കൂടുതലാവും. എന്ന് വെച്ചാൽ വിമൻസ് കൂടുതൽ വോട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ പേരറിയണം, വിമൻ എംപവർമെന്റ് ആൻഡ് ലാഡ്ലി ബെഹൻ ഡിസംബർ 2023. ആ റിപ്പോർട്ടാണ് അതിലാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇക്കണോമിക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ DPIIT. ഓക്കെ, DPIIT എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരൊരു സാധനം ലോജിസ്റ്റിക് കോസ്റ്റ് ഓഫ് ഇൻ ഇന്ത്യ അസസ്മെന്റ് ആൻഡ് ലോങ് ടേം ഫ്രെയിം വർക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. DPIITയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർണൽ ട്രേഡ്. ഇതും നമ്മൾ അബ്രിവേഷന്റെ സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇത് യാത് മിനിസ്ട്രി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ആരാണ് ഇൻചാർജ്? പീയൂഷ് ഗോയലാണ് ഇൻചാർജ്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, പീയൂഷ് ഗോയലാണ് മിനിസ്റ്റർ ഇൻചാർജ്. ഓക്കെ, അപ്പോൾ ഇവരാണ് ഈ റിപ്പോർട്ട് ലോഞ്ച് ചെയ്തത്. ലോജിസ്റ്റിക് കോസ്റ്റ് ഇൻ ഇന്ത്യ അസസ്മെന്റ് ആൻഡ് ലോങ് ടേം ഫ്രെയിം വർക്ക്. എപ്പോഴും ഇങ്ങനെ റിപ്പോർട്ട് വന്നാൽ ആര് ലോഞ്ച് ചെയ്തു, എന്നിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് യാത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്, അങ്ങനത്തെ കുറച്ച് കാര്യം. ആ മിനിസ്റ്റർ ഇൻചാർജ് ആരാണ്? ആ ഒരു മിനിസ്ട്രി ആയിരിക്കുമല്ലോ ഡിപ്പാർട്ട്മെന്റ് വരണത് അതിൻ്റെ അണ്ടറിൽ. അപ്പോൾ ആ മിനിസ്റ്ററിയുടെ ഹെഡ് ആരാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നിട്ട് ആ റിപ്പോർട്ടിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെന്താണ്, നമ്മളെ ടാർഗറ്റ് ലോജിസ്റ്റിക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എത്രയാണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്, എത്ര അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഫ്രെയിം വർക്കാണ് കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ട് വാസ് പ്രിപ്പയർഡ് ബൈ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ച്. അവരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അലോങ് വിത്ത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എക്സ്പേർട്സ് ആൻഡ് ടാസ്ക് ഫോഴ്സ് മെമ്പേഴ്സ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നത് ഞാൻ ആരൊക്കെയാണ്? നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ച്, അവർ പിന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സ്പെർട്ടും ടാസ്ക് ഫോഴ്സും കൂടെ ചേർത്തിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലോഞ്ച് ചെയ്തത് DPIIT ആണ്. ഓക്കെ, പ്രിപ്പയർ ചെയ്തത് ഇവരാണ്. അടുത്ത് റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ഓഫേഴ്സ് റിലയബിൾ എസ്റ്റിമേറ്റ് റിഗാർഡിംഗ് ദ എഫിഷ്യന്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എത്രത്തോളം സ്പീഡ് ആയിട്ടുണ്ട്. ഇപ്പം ആദ്യം 30 ദിവസമാണ് നോർമൽ ആവറേജിൽ എടുക്കുകയാണ് ഒരു ഗുഡ്സിന് ഒരു ഗോഡൌണിൽ നിന്ന് പുറത്തിറക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പം 15 ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താണ് പ്രോഗ്രസ് എന്ന് പറയാം. കാരണം ഇനി ഇപ്പം സമയം കുറഞ്ഞു, അതെന്ന് പറയുമ്പോൾ പെട്ടെന്ന്
ആൾക്കാരിൽ എത്തുകയാണ്, എന്നിട്ട് മാനുഫാക്ചറിങ് കുറച്ചുകൂടെ സ്പീഡ് അപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ അത് മാത്രമല്ല വേറെ ഒരു കാര്യം പറയണമെന്ന് ദിസ് റിപ്പോർട്ട് പ്രസൻസ് ബേസ് ലൈൻ അഗ്രിഗേറ്റഡ് ലോജിസ്റ്റിക് കോസ്റ്റ് എസ്റ്റിമേറ്റ് ഫ്രെയിംവർക്ക് ഫോർ ലോങ് ടേം ലോജിസ്റ്റിക് കാൽക്കുലേഷൻ. എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബേസ് ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ്. ഇതൊന്നും ചോദിക്കില്ല നിങ്ങൾക്ക്, പറഞ്ഞതേ ഉള്ളൂ. മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പീയൂഷ് ഗോയലാണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലോബൽ സ്റ്റേറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം നോട്ട് ചെയ്യുക. ഇതിൽ കുറച്ച് റിപ്പോർട്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പാസിംഗ് റെഫറൻസിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഗ്ലോബൽ സ്റ്റേറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി. ഇതിൻ്റെ ഉദ്ദേശം പറയണമെന്ന് വെച്ചാൽ അവർ നമ്മളെ ഫെറ്റലിറ്റീസ്, ഞാൻ മരണത്തിൻ്റെ 12ാമത്തെ മേജർ റീസൺ ആണ് എന്താണ്, റോഡ് ഫെറ്റലിറ്റീസ് അല്ലെങ്കിൽ റോഡ് ആക്സിഡൻസിൻ്റെ കാരണമാണ് ആൾക്കാർ മരിക്കണം. 12ാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിൽ ഇത് ലോഞ്ച് ചെയ്തതാണെന്ന് വെച്ചാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. പിന്നെ അത് കൂടാതെ എന്താണ്, ഈ നമ്പേഴ്സ് ഒന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ഇത്രയും കാണാപ്പണം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അസസ്മെന്റ് ഇയർ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2010 തൊട്ട് 2021 വരെയാണ് ഇവർ അസസ് ചെയ്തിട്ടുള്ളത് റോഡ് സേഫ്റ്റിയുടെ കുറച്ച് ഡീറ്റെയിൽ. ഇത് എത്രാമത്തെ എഡിഷൻ എന്ന് വെച്ചാൽ 5ാമത്തെ എഡിഷൻ ആണ്. പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് ഫസ്റ്റ് എഡിഷൻ എപ്പോഴാണ്, 2009 തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയാം. പിന്നെ ഞാൻ ഈ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ കാണാപ്പണം പഠിക്കേണ്ട, ഇതൊന്നും ചോദിക്കില്ല. ഓക്കെ, പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്, അപ്പോൾ നിങ്ങൾ ചോദിക്കാത്ത കാര്യം എന്തിനാണ് കൊടുത്തെന്നുള്ളൊരു ഡൗട്ട് വരാം നമുക്ക്. ഇത് ബേസിക്കലി എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഉദ്ദേശം, നമ്മൾ ഇപ്പം ഞാൻ പറയാണ് ഓക്കെ, ഇപ്പം ആക്സിഡൻസ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്, ആക്സിഡൻറ്റ് റിഡ്യൂസ് ആയി. ഓക്കെ, അപ്പോൾ എനിക്ക് പ്രൂഫ് വേണ്ടേ എന്തെങ്കിലും റിഡ്യൂസ് ആയെന്ന്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന പറഞ്ഞ എന്താണ്, സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ്. ഓക്കെ, അവർ പറഞ്ഞെന്താണ് 1.19 മില്യൺ ലോട്ട് എത്തി. ഇപ്പം ആദ്യം എത്രയായിരുന്നു, 1.25 മില്യൺ. അപ്പോൾ 5% വരെ ഡിക്രീസ് ആയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിൽ എന്നുള്ള രീതിയിൽ ആ ഒരു ഡേറ്റയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇന്ന് സമയം കുറവായതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. പക്ഷേ എക്സാമിന് ചോദിക്കില്ല അതൊന്നും. അബൌട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടർ ജനറൽ ആണ് ഡോക്ടർ ടെഡ്രോസ് അഡനം ഗബ്രിയാസിസ് ആണ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഫൗണ്ട് ചെയ്തത് 1948. നിങ്ങൾക്കറിയാം UN ഫൗണ്ട് ചെയ്തത് എപ്പോഴാണ്, UN 1945 ഓക്കെ, എന്നിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻ പറയാത്തതിൻ്റെയും കാരണം ഇത് തന്നെയാണ്, സമയത്തിൻ്റെ കുറവ്. ഓക്കെ, പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക്, LIC കാർഡ്സ് ആൻഡ് മാസ്റ്റർ കാർഡ്. ഓക്കെ, ഇവരെല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് എന്താണ്, കോ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്തിനാണ്, ടു മീറ്റ് ദ ഫൈനാൻഷ്യൽ നീഡ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് അവർ പറയണമെന്ന് വെച്ചാൽ Tier 2 എന്നിട്ട് Tier 3 സിറ്റീസിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് ലോഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഈ Tier 2 Tier 3 എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് അർത്ഥം? Tier 1 എന്ന് പറഞ്ഞാൽ നമ്മളെ മെട്രോപൊളിറ്റൻ സിറ്റീസ് എന്ന് പറയാം. അതിലെന്ന് പറഞ്ഞാൽ 1 ലാഖിന് മുകളിൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങൾ, 1 ലാഖ് പീപ്പിൾ. ആ ഒരു സിറ്റിക്കകത്ത് 1 ലക്ഷത്തിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, Tier 1. മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയില്ല, ബട്ട് Tier 1 സിറ്റി എന്ന് പറയും. ഓക്കെ, മെട്രോപൊളിറ്റൻ്റെ ഡെഫിനേഷനിൽ ശകലം വ്യത്യാസമുണ്ട്, ബട്ട് ഇത് Tier 1 സിറ്റിയാണ്. പിന്നെ Tier 2 സിറ്റി എന്ന് പറഞ്ഞാൽ 50,000 തൊട്ട് 1 ലക്ഷം വരെ പോപ്പുലേഷൻ ആണെന്ന് വെച്ചോ. ഓക്കെ, എന്നാൽ ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്താണ് Tier 2 എന്ന് പറയും. അതേസമയം Tier 3 സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ 20,000 to 50,000 ആണ് പോപ്പുലേഷൻ്റെ റേഞ്ച്. ഓക്കെ, 20,000 to 50,000. ബട്ട് ഇതൊന്നും എക്സാമിൽ ചോദിക്കാൻ സാധ്യത കുറവാണ്. SSCക്ക് ചിലപ്പം ചോദിക്കാം കേട്ടോ, പക്ഷേ ബാങ്കിന് ചോദിക്കില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞിരിക്കണം നല്ലതാണ്. നമ്മളിപ്പോൾ നാളെ പുറത്ത് പോയിട്ട് ആ Tier 2 സിറ്റിയിൽ ഇന്ന കാര്യമാണ് നിങ്ങളൊരു ഡിസ്കസ് ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് അറിയണം Tier 1 സിറ്റി ഏതാണ്, Tier 2 സിറ്റി ഏതാണ്, Tier 3 സിറ്റി ഏതാണ്. അതുകൊണ്ടാണ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ബേസിക്കലി എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പം 50,000 to 1 lakh അല്ലെങ്കിൽ 20,000 to 50,000 പോപ്പുലേഷൻ ഉള്ള സ്ഥലത്ത് എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ്ങും കുറവായിരിക്കും. അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യാനാണ് ഇവർ പാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ്, IDFC ഫസ്റ്റ്, പിന്നെ LIC കാർഡ്, പിന്നെ മാസ്റ്റർ കാർഡ്. ഇവരെല്ലാവരും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും. എലിജിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈമറി കാർഡ് ഹോൾഡർ ഷുഡ് ബി അബൌട്ട് 21 ഇയേഴ്സ്. എന്നിട്ട് ആനുവൽ ഇൻകം എന്താണ്, 3 ലക്ഷം അല്ലെങ്കിൽ കൂടുതലായിരിക്കണം ആ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ. ഓക്കെ, പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡിൻ്റെ MD CEO ആരാണ്, V വൈദ്യനാഥ്. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, മുംബൈ, മഹാരാഷ്ട്ര. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2015. ടാഗ് ലൈൻ ഓൾവേസ് യു ഫസ്റ്റ്. പിന്നെ അബൌട്ട് LIC കാർഡ് സർവീസ് ലിമിറ്റഡ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഹോൾലി ഓൺ സബ്സിഡറി ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് ന്യൂഡൽഹിയിൽ, ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിൽ, എസ്റ്റാബ്ലിഷ് ചെയ്തത് 2008. നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്രീ പേയ്മെന്റ് ലോഞ്ചസ് ഇന്ത്യസ് ഫസ്റ്റ് സെൽഫ് ഹോസ്റ്റഡ് പേയ്മെന്റ്സ് ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഫ്ലോ വൈസ് എന്നാണ് ആ പ്രൊഡക്റ്റിന്റെ പേര്. ഓക്കെ, ഫ്ലോ
വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാൻ എഴുതാം, ഫ്ലോ വൈസ്. അപ്പോൾ ഈ ഫ്ലോ വൈസ് ആരതാണെന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബാങ്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ബാക്കി SSCക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്ലോ വൈസ് അത് ആരതാണ്? ക്യാഷ് ഫ്രീയാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി പറ്റണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ബിസിനസ്സിന് സപ്പോസ് നമ്മളിപ്പം ഒരു ബിസിനസ് തുടങ്ങിയെന്ന് വെച്ചോ, നമുക്കൊരു ചായക്കട തുടങ്ങാം. ചായക്കട അല്ല, നമുക്ക് ബുക്ക് സ്റ്റോർ ഉണ്ടെന്ന് വെച്ചോ, ബുക്ക് സ്റ്റോർ. ഓക്കെ, അപ്പോൾ ബുക്ക് സ്റ്റോറുകാർക്ക് പല പേയ്മെന്റ് ഗേറ്റ്വേസ് യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ചെയ്യും, ചിലർ QR കോഡ് പേയ്മെന്റ് ചെയ്യും, ചിലർ വേറെ എന്തെങ്കിലും മോഡ് ഓഫ് പേയ്മെന്റ്സ്, ഡെബിറ്റ് കാർഡും സ്വാപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡ് ഓഫ് പേയ്മെന്റ്സ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്പിൾ ഇതാണ്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും ഒറ്റ ഇന്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവർ ലോഞ്ച് ചെയ്തത്, ഫ്ലോ വൈസ്. അപ്പോൾ ആ ഒരു സെൽഫ് ഹോസ്റ്റഡ് പേയ്മെന്റ് ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ മർച്ചൻസിന് തന്നെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡിലെല്ലാം കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മർച്ചൻസിന് വെറും അതിൻ്റെ ആ പേയ്മെന്റ് ഗേറ്റ് വരെ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു കാര്യം. ബാക്കിയെല്ലാം എന്താണ്, നമ്മൾ ഇപ്പം സ്വാപ്പിംഗ് മെഷീൻ ഒക്കെ ആണെങ്കിൽ അവരെ ബാങ്ക് ആയിരിക്കുമല്ലോ ഹോസ്റ്റ് ചെയ്യണത്, ബാങ്കാണ് ഹോസ്റ്റ് ചെയ്യണത്. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇതിലെന്തെങ്കിലും ഇൻഫർമേഷൻ വിട്ടുപോയാ? ഇല്ല. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആൻഡ് DBS ബാങ്ക് പാർട്ട്നേഴ്സ് ടു ഫൈനാൻസ് CBG പ്രൊജക്ട്സ്. CBG എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊജക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ബാങ്ക് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ SSCക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ബാങ്കിന് എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ്ലി ബാങ്കിനാണ്, SSCക്കാർക്ക് സ്കിപ്പ് ചെയ്യാം ആക്ച്വലി. ഓക്കെ, ഇതിലെന്ന് പറഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആൻഡ് DBS ബാങ്ക് ഇന്ത്യ അവരെന്താണ് കസ്റ്റമൈസ്ഡ് സപ്ലൈ ചെയിൻ ഫൈനാൻസിങ് പ്രോഗ്രാമാണ് ലോഞ്ച് ചെയ്യാൻ പോണത്, കംപ്രസ്ഡ് ബയോഗ്യാസ് പ്രൊജക്ട് ഇനിഷ്യേറ്റീവ് വേണ്ടി. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇനിഷ്യേറ്റീവ് ഉണ്ട്, നെറ്റ് സീറോ എമിഷൻ റോഡ് മാപ്പ്. അപ്പോൾ അവർ ക്ലൈമറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡിലോട്ടാണ് അവർ വാക്ക് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കംപ്രസ്ഡ് ബയോഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എക്സാമിന് ചോദിക്കില്ല, എന്നാലും ഞാൻ പറയണമെന്നേ ഉള്ളൂ, അറിഞ്ഞിരിക്കുക. കൺട്രോളിങ് എയർ പൊല്യൂഷൻ കൺട്രോൾ ആവും. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, നിങ്ങൾക്കറിയാം ബയോഗ്യാസ് എന്താണ്, ഓർഗാനിക് വേസ്റ്റ് ആണ്, അതിനെ മാനേജ് ചെയ്യാം. പിന്നെ ഈ കാർബൺ എമിഷൻ കുറയും. കാരണം എന്താണ്, നമ്മൾ ഈ ഓർഗാനിക് വേസ്റ്റിനൊക്കെ കത്തിക്കുമ്പോൾ എന്താണ് എമിഷൻ, നിങ്ങൾക്കറിയാം കറുത്ത പുക ഇങ്ങനെ കത്തിപ്പോകും, അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിൻ്റെ പുക കത്തിപ്പോകും. അതൊക്കെ ഹാംഫുൾ ഗ്യാസസും കൂടെ റിലീസ് ആവുകയാണ് അവിടെ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ. ഓക്കെ, ഫെർമെന്റഡ് ഓർഗാനിക് മാനുവറിന്റെ ബെനിഫിറ്റ് എന്താണ്? സോയിലിന് ഫെർട്ടിലിറ്റി കൂടും, എന്നിട്ട് റിഡ്യൂസ് കൺസംഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ആ ഒരു ബെനിഫിഷ്യൽ ഉണ്ട്. പിന്നെ ഇതെന്താണ്, അഡീഷണൽ റവന്യൂ ഫോർ ഫാമേഴ്സ്. അപ്പോൾ ഈ ഒരു ഓർഗാനിക് ഇത് സെല് ചെയ്യുമ്പോൾ കുറച്ച് പൈസ ആയിരിക്കും ഫാമേഴ്സിന് കിട്ടും. പിന്നെ ഫാമേഴ്സിന് അത് കൂടാതെ എന്താണ്, റെസിഡ്യൂ ബേൺ ചെയ്യണതിന്, സ്റ്റബിൾ ബേണിംഗ് ഒക്കെ ചെയ്യണതിന് പെനാൽറ്റി ഉണ്ട്. പെനാൽറ്റിയൊക്കെ എന്താണ് ഒഴിവാക്കി കിട്ടും, ആ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. അത് കൂടാതെ എന്താണ്, നമുക്ക് ഇത് കംപ്രസ്ഡ് ബയോഗ്യാസിൻ്റെ യൂസ് ചെയ്ത് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഓവറോൾ ബെനിഫിറ്റ്. അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം MD CEO ആണ്, മുകേഷ് അംബാനിയാണ്, ഹെഡ് ക്വാർട്ടർ മുംബൈയിലാണ്. എന്താണ് പറയുന്നത്, അബൌട്ട് വയ്ക്കുകയാണെങ്കിൽ DBS ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ്, അത് ഹോള്ളി ഓൺഡ് സബ്സിഡറി ഓഫ് DBS ബാങ്ക് ലിമിറ്റഡ്, സിംഗപ്പൂർ ആണ്. MD CEO ആണ് സുരോജിത്ത് ഷോം, എന്നിട്ട് ഹെഡ് ക്വാർട്ടർ മുംബൈ മഹാരാഷ്ട്രയിലാണ്. അടുത്ത സൂറത്ത് ഡയമണ്ട് ബോർഡ്സ് വേൾഡ്സ് ലാർജസ്റ്റ് കോർപ്പറേറ്റ് ഓഫീസാണ്. അവർ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അത് എവിടെയാണ്? സൂറത്തിലാണ്. ഓക്കെ, സൂറത്ത് ഡയമണ്ട് ബോർഡ്സാണ് വേൾഡ്സ് ലാർജസ്റ്റ് കോർപ്പറേറ്റ് ഓഫീസ്. അപ്പോൾ ഇത് തന്നെ ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അത് എവിടെയാണ്? സൂറത്തിലാണ് ലൊക്കേറ്റഡ്, ഖജോഡ് വില്ലേജ്, സൂറത്ത്. ഓക്കെ, അപ്പോൾ ഇത് ബോർഡ്സ് എന്താണ്, നമ്മളെ USA പെൻറ്റാഗോൺ ബിൽഡിങ്ങിനെ ഓവർടേക്ക് ചെയ്ത്, റെക്കോർഡഡ് ഫോർ ലാസ്റ്റ് 80 years ഓഫ് ദ വേൾഡിൻ്റെ ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു കഴിഞ്ഞ 80 വർഷം കൊണ്ട്. അതിനെ ഓവർടേക്ക് ചെയ്തതാണ് ആര്? സൂറത്ത് ഡയമണ്ട് ബോർഡ്സ്. ഓക്കെ, അപ്പോൾ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എത്ര എന്ന് പറഞ്ഞാൽ 3400 കോടി രൂപയാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ 35.54 ഏക്കർ. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. എന്നിട്ട് ഇറ്റ് ഈസ് സെറ്റ് ടു ബിക്കം ദ ഗ്ലോബൽ സെൻറ്റർ ഓഫ് റഫ് ആൻഡ് പോളിഷ്ഡ് ഡയമണ്ട് ആൻഡ് ഹാസ് ഇൻ ഹൗസ് ഫെസിലിറ്റീസ് ഓഫ് കസ്റ്റംസ് ക്ലിയറൻസ്, ജ്വല്ലറി മാൾ, ഫെസിലിറ്റി ഓഫ് ഇന്റർനാഷണൽ ബാങ്കിങ് ആൻഡ് സേഫ് വാൾസ്. എന്നിട്ട് ബിൽഡിംഗ് അഡ്ഹേഴ്സ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പഞ്ചതത്വ മിനിമൈസിങ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കി ഇത്തരം കാര്യങ്ങൾ അറിയണ്ട, ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം വേൾഡിലെ ഏതായിരുന്നു ലാർജസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കണം. US പെൻറ്റാഗോൺ ബിൽഡിംഗ് ആണ്. പിന്നെ അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, ഇവരാണ് ഇപ്പം വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഫേസ് ഓഫ് കാശി തമിഴ് സംഘം, ഇത് നമ്മളെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ ലൈൻ വിത്ത് വിഷൻ ഓഫ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ഇനോഗ്രേറ്റ് ചെയ്തത് എന്താണ്? കാശി തമിഴ്
സംഘം എവിടെയാണ്? നമോ ഘാട്ടിൽ. ഓക്കെ. ഹി ഓൾസോ ലോഞ്ച്ഡ് കന്യാകുമാരി വാരാണസി തമിഴ് സംഘം ട്രെയിൻ ഓൺ ദ ഒക്കേഷൻ. ഓക്കെ. അപ്പോൾ ഇത് ഇവന്റ് തുടങ്ങിയത് എന്താണ്? ഇന്നലെ 17th ഡിസംബറിലാണ്. എന്നിട്ട് തീരാൻ പോണത് എപ്പോഴാണ്? 30th ഡിസംബർ കാശി വാരാണസിയിലാണ് തീരാൻ പോണത്. ഓക്കെ. എക്സിബിഷൻ എന്തൊക്കെ ഷോക്കേസ് ചെയ്യുന്ന പറഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചർ, ഇന്ത്യയിലെ ആർട്ട് ആൻഡ് കൾച്ചർ, ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, തമിഴ്നാട്, എന്നിട്ട് കാശിയിലെ കുറെ കുസീൻസും ഉണ്ടാവും. കുസീൻസിന്റെ ആഹാരം പദാർത്ഥങ്ങൾ. പിന്നെ ഫസ്റ്റ് ഫേസ് എപ്പോഴാണ് തുടങ്ങിയത്? 2022. അത് ആരാണ് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആസ് നോഡൽ ഏജൻസിയാണ്. പിന്നെ 1400 പീപ്പിൾ ഫ്രം ഡിഫറെന്റ് തമിഴ്നാട് പാർട്സ് ഓഫ് തമിഴ്നാട് വിൽ ബി ട്രാവലിംഗ് ടു ബനാറസ്, അയോധ്യ ആൻഡ് പ്രയാഗ്രാജ് ആസ് പെർ ദ itinerary of the event. ഓക്കെ. അടുത്ത് കേസ് ഓഫ് JN1 സബ്സെർവിയന്റ് ഓഫ് എന്താണ്? സബ് വേരിയന്റ് ഓഫ് COVID-1 ഫൗണ്ട് ഇൻ കേരള. ഒരു ചെറിയൊരു കേസാണ് കണ്ടെത്തിയത്. അല്ലാതെ ഭയങ്കര വറിയുള്ള ഒരു കാര്യമൊന്നുമില്ല. ബട്ട് ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ വെറൈറ്റി ഇത് സബ് വേരിയന്റ് എന്തിൻ്റെ ആണെന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. JN1 ഇത് സബ് വേരിയന്റ് എന്നാണ്. COVID-19 സബ് വേരിയന്റ് ആണ്. COVID-19. ഓക്കെ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക, അത് ചോദിക്കാം. അപ്പോൾ ഇത് ആരാണ് മോണിറ്റർ ചെയ്തതെന്ന് വെച്ചാൽ INSACOG. ഓക്കെ. അവരാണ് മോണിറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സാർസ് COVID-2 ജനോമിക് കൺസോർട്ടിയം. അവരാണ് മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അവരാണ് ഇത് കണ്ടെത്തിയത്. ഓക്കെ. ദ പേഷ്യന്റ് വാസ് ഫൗണ്ട് വിത്ത് എ സിംറ്റം ഓഫ് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ആൻഡ് വാസ് ടെസ്റ്റഡ് RT-PCR പോസിറ്റീവ്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവർ മനസ്സിലാക്കി ഇതൊരു സബ് വേരിയന്റ് അവർക്ക് വന്നിട്ടുണ്ടെന്ന്. ഇത്ര കാര്യം അറിഞ്ഞു തന്നാൽ മതി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 68th റെയിൽവേ വീക്ക് സെൻട്രൽ ഫംഗ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കുറച്ച് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വശിഷ്ഠ റെയിൽവേ സേവാ പുരസ്കാർ കൊടുത്തത് ഇവിടെ വെച്ചാണ്. 68th റെയിൽവേ വീക്ക് സെൻട്രൽ ഫംഗ്ഷൻ 100ഓളം ആൾക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും പേര് ഓർമ്മിക്കാൻ പറ്റില്ല, എക്സാമിനും ചോദിക്കുകയില്ല. വെറും ഇത്ര അറിഞ്ഞു തന്നാൽ മതി. അതി വിശിഷ്ട റെയിൽവേ സേവാ പുരസ്കാർ ഏത് ഇവന്റിൽ വെച്ച് കൊടുത്തെന്ന് വെച്ചാൽ 68th റെയിൽവേ വീക്ക് സെൻട്രൽ ഫംഗ്ഷനിൽ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് അവാർഡ് കൊടുത്തത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് റെയിൽവേ അശ്വിനി വൈഷ്ണവ് ആണ് കൊടുത്തത് 68th റെയിൽവേ വീക്ക് സെൻട്രൽ ഫംഗ്ഷനിൽ. അപ്പോൾ ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്തത് എവിടെ വെച്ചാണ്? ഭാരത് മണ്ഡപ്, പ്രഗതി മൈതാൻ, ന്യൂഡൽഹി. ഓക്കെ. G20 നമ്മൾ ഇവന്റ് കണ്ടക്ട് ചെയ്തത്, ഫൈനൽ ഇവന്റ് കണ്ടക്ട് ചെയ്തത് ഭാരത് മണ്ഡപിൽ വെച്ചാണ്. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നട്രാജ സ്റ്റാച്ചു ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ത്യയിലെ ഇൻഡിജിനിയസ് ആയിട്ട് ഭാരത് NCAP, ഭാരത് NCAP എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കാർ ക്രാഷ് ടെസ്റ്റിംഗ് ഇതാണ്, അസസ്മെന്റ് നടത്തുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഫോറിനിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഇപ്പോഴാണ് സ്റ്റാർട്ട് ആയത്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് സക്സസ്ഫുൾ കംപ്ലീഷൻ, ഫസ്റ്റ് റൗണ്ട് ക്രാഷ് ടെസ്റ്റിംഗ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം, ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ കാർ ടെസ്റ്റഡ് ആർ ഫ്രം ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചേഴ്സ് ലൈക്ക് ഇപ്പം ഈ ഫസ്റ്റ് റൗണ്ടിൽ ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി, പിന്നെ ടാറ്റ മോട്ടോഴ്സ്, കിയ ഇന്ത്യ, ഇവരതൊക്കെയാണ് ടെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാർ ക്രാഷ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് ഇത് ആരാണ് ബിയർ ചെയ്യണം? ഇത് ഗവൺമെൻറ് ആണോ ബിയർ ചെയ്യണം? അല്ല, ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് അതിൻ്റെ കോസ്റ്റ് ബിയർ ചെയ്യണത്. ഓക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇൻഡിജിനിയസ് സ്റ്റാർ റേറ്റിംഗ് കിട്ടും. ഓക്കെ. ആദ്യമൊക്കെ കിട്ടുന്ന സ്റ്റാർ റേറ്റിംഗ് ഒക്കെ എന്തായിരുന്നു? ഫോറിൻ്റെ ബേസ്ഡ് ആയിരുന്നു. പക്ഷേ ഇനി എന്താണ്? ഇൻഡിജിനിയസ് ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് കിട്ടും കാർ ടെസ്റ്റിംഗ് കാസിൽ. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് നല്ലതാണെങ്കിൽ 5 സ്റ്റാർ ഇൻഡിക്കേറ്റ് ചെയ്യണം എന്താണ്? ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ലെവൽ ഓഫ് സേഫ്റ്റി ഉണ്ട്. ഓക്കെ. അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. പിന്നെ ഭാരത് NCAP ഈസ് എ കൊളാബറേഷൻ പ്രോജക്ട് വിത്തിൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗ്ലോബൽ NCAP. ഓക്കെ. ദ കോസ്റ്റ് ഓഫ് അസസ്മെന്റ് ഈസ് ബോൺ ബൈ എന്താണ്? ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്, വേൾഡിലുള്ള കാര്യമാണ്, യൂറോപ്യൻ വൈൽഡ് ബൈസൺ. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? ഇതിന്റെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ റിപ്പോർട്ടാണ് ഇമ്പോർട്ടൻ്റ്. മില്ലേനിയൽ പ്രോസസ്സസ് ഓഫ് പോപ്പുലേഷൻ ഡിക്ലൈൻ, റേഞ്ച് കോൺട്രാക്ഷൻ ആൻഡ് നിയർ എക്സ്റ്റൻഷൻ ഓഫ് യൂറോപ്യൻ ബൈസൺ. അവർ ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം എന്താണ്? യുക്രൈൻ്റെ വാറിന്റെ കാരണം, യുക്രൈനിൽ നടക്കുന്ന ഇഷ്യൂയുടെ കാരണം ഈ ബൈസന്റെ പോപ്പുലേഷന് കുറയാൻ സാധ്യതയുണ്ട്. വൈസെന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ. ഇതിന്റെ IUCN സ്റ്റേറ്റസ് പറഞ്ഞാൽ നിയർ ത്രെറ്റൻഡ് ആണ്. അപ്പോൾ ഇത് ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ലാൻഡ് മെമ്മൽ ഇൻ യൂറോപ്പ് ആണ്. അത് അറിഞ്ഞിരിക്കുക. യൂറോപ്യൻ ബൈസൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാസ് ലാൻഡ്സിനെ ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റിനെ റീസ്റ്റോർ ചെയ്യാനുള്ള കപ്പാബിലിറ്റി ഉണ്ട്. ഈ സ്പീഷീസ് 1921 യൂറോപ്പിൽ നിന്ന് എക്സ്റ്റെൻഡ് ഇൻ വൈൽഡ്. പക്ഷേ പിന്നീട് അത് ഇപ്പോൾ ഉണ്ട് നിലവിൽ. ഓക്കെ. അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമുക്ക് റിവിഷന്റെ സെക്ഷനിലോട്ട് പോകാം. റീസെന്റ് ചീഫ് മിനിസ്റ്റേഴ്സ് നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? CM ഓഫ് രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ അശോക് ഗെഹ്ലോട്ടിനെ റിപ്ലേസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം എന്താണ്? ഒരു സെക്കൻഡ്. ഓക്കെ. CM ഓഫ് ഛത്തീസ്ഗഡ് അറിയാം വിഷ്ണു ദേവ് സായി. ഇത് നമ്മളെ ഭൂപേഷ് ബാഗലിനെയാണ് റിപ്ലേസ് ചെയ്തത്. CM ഓഫ് തെലങ്കാന എന്താണ്? റേവാന്ത് റെഡ്ഡി ആരെ റിപ്ലേസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം? ചന്ദ്രശേഖർ റാവു. CM ഓഫ് മധ്യപ്രദേശ് മോഹൻ യാദവ് ആണ് ശിവരാജ് ചൗഹാനെ റിപ്ലേസ് ചെയ്തത്. പിന്നെ മിസോറാമിൽ എന്താണ്? ലാൽദു ഹോമാണ്
ഇപ്പോഴത്തെ മിസോറാമിന്റെ പുതിയ CM ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. അടുത്ത അവാർഡ്സിന്റെ കാര്യം പറഞ്ഞാൽ സാഹിത്യ അക്കാദമി പ്രേംചന്ദ് ഫെലോഷിപ്പ് ഷെയറിംഗ് താഷിക്കാണ് കിട്ടിയ ഭൂട്ടാനീസ് ഓഥറാണ്. പിന്നെ ബാങ്ക് ഓഫ് ദ ഇയർ അവാർഡ് ഫൈനാൻഷ്യൽ ടൈംസ് കൊടുത്തതായിരിക്കാണ് ഫെഡറൽ ബാങ്ക്. CEO ഓഫ് ദ ഇയർ 2023 ടൈംസ് മാഗസിൻ കൊടുത്തത് സാം ഓൾട്ട്മാന്. പേഴ്സൺ ഓഫ് ദ ഇയർ 2022 ടൈം മാഗസിൻ കൊടുത്തത് ടൈലർ സ്വിഫ്റ്റിന്. അത്ലീറ്റ് ഓഫ് ദ ഇയർ 2023 ടൈം മാഗസിൻ കൊടുത്ത ലിയോണൽ മെസ്സിക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 14th എഡിഷൻ ഓഫ് എക്സസൈസ് വജ്ര പ്രഹാർ 2023 ഇന്ത്യ US ഇടയ്ക്കാണ് ഉമ്രോയ് മേഘാലയയിൽ വെച്ച് നടന്നത്. ഇന്ത്യ ശ്രീലങ്കയുടെ ഇടയ്ക്ക് നടന്ന ഒരു എക്സസൈസ് ആണ് മിത്രശക്തി 2023. അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് നടന്നത്? 9th എഡിഷൻ. എവിടെ വെച്ച്? അത് പൂനെ. ഓക്കെ, 7th എഡിഷൻ ഓഫ് എക്സസൈസ് കാസിന്ത് 23 നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യ ഗസാഖിസ്ഥാന്റെ ഇടയ്ക്കാണ് നടന്നത്. ഒട്ടർ കസാഖിസ്ഥാനിലാണ്. പിന്നെ കോസ്റ്റൽ സെക്യൂരിറ്റി എക്സസൈസ് സാഗർ കവച്ച് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി ഏരിയയിലാണ് ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാംബേരിയൻ പെട്രോൾ 2023 മിലിറ്ററി എക്സസൈസ് UK നടന്നതാണ്. ഇന്ത്യൻ ആർമി ആണ് ഗോൾഡ് മെഡൽ ജയിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ നേവി ഹോസ്റ്റ് ഹാദർ ചക്രവർത്ത് എക്സസൈസ് 2023 ഗോവയിൽ വെച്ചാണ്. അപ്പോൾ ഇത്തരം കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ഗുരുകീരത് സിംഗ് മാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്ന് റിട്ടയർമെന്റ് എടുത്തു. ഇന്ത്യയുടെ പ്ലെയർ ആണ്. മാഗ് ലാനിങ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു. ഓസ്ട്രേലിയയുടെ പ്ലെയർ ആണ്. വെസ്റ്റ് ഇൻഡീസിന്റെ പ്ലെയർ ആയ ആരാണ്? സുനിൽ നരേന് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു. പിന്നെ ഇംഗ്ലണ്ടിന്റെ പ്ലെയർ ആയ ഡേവിഡ് വില്യം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നാണ് റിട്ടയർമെന്റ് എടുത്തത്. സോറൻ നാരായൺ തിപ്പോച്ച് ഇത് തായ്ലൻഡിന്റെ പ്ലെയർ ആണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു. അലിസ്റ്റർ കുക്കും ഇംഗ്ലണ്ടിന്റെ പ്ലെയർ ആണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തു. സ്റ്റീവൻ ഫിൻ ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് എല്ലാത്തിൽ നിന്നും റിട്ടയർമെന്റ് എടുത്തു. പ്ലെയർ ഇവിടത്തെയാണ്, ഇംഗ്ലണ്ടിന്റെ ആണ്. ഓക്കെ, അടുത്ത ICC പ്ലെയർ ഓഫ് ദ മന്ത് നമുക്ക് എക്സാമിന് ചോദിക്കാം, പഴയ മാസത്തെയും ചോദിക്കാം. അതുകൊണ്ട് അത്രയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മെന്റെ കാറ്റഗറിയിൽ ലേറ്റസ്റ്റ് വന്നത് നവംബർ ആണ്. ഇതിനു മുമ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ജൂലൈയിൽ ക്രിസ് വോക്സ് ആയിരുന്നു ഇംഗ്ലണ്ടിലുള്ള. ഓഗസ്റ്റ് 2023 ബാബർ ആസം പാകിസ്ഥാൻ്റെ ആയിരുന്നു. പിന്നെ സെപ്റ്റംബർ 2023 ശുഭൻ ഗിൽ ഇന്ത്യ. പിന്നെ ഒക്ടോബർ 2023 റച്ചിൻ രവീന്ദ്ര ന്യൂസിലൻഡ്. ഓക്കെ, ന്യൂസിലൻഡാണ്. പിന്നെ നവംബറിൽ ട്രാവിസ് ഹെഡ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. പിന്നെ വിമൻസിന്റെ കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ ജൂലൈ 23 ആഷ്ലെ ഗാർഡനർ ആണ് ഓസ്ട്രേലിയ. പിന്നെ ഓഗസ്റ്റ് 2023 ആർലെനി കാലി അയർലൻഡാണ്. പിന്നെ സെപ്റ്റംബർ 2023 ചമേരി അത്തപ്പട്ടു എവിടത്താണ്? ശ്രീലങ്ക. പിന്നെ ഒക്ടോബർ 23 ഹേലെ മാത്യൂസ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ആണ്. അതുകൂടാതെ നവംബർ 23 നഹിദ അക്തർ ബംഗ്ലാദേശിൻ്റെ ആണ് പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ടുള്ള ICC വിമൻസ് പ്ലെയർ ഓഫ് ദ മന്ത്. അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പീഡ് കൂടി പോയിട്ടുണ്ടെന്ന് അറിയാൻ എനിക്ക്, കാരണം 3 ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാതെ പറ്റത്തില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് റെഗുലർലി ഫോളോ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ഐക്കണിനെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ ദാറ്റ് യു ഗെറ്റ് ദ റെഗുലർ അപ്ഡേറ്റ് ഓഫ് all our videos. Okay, so ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. We will meet you in the next video. Till then, take care and bye bye.